അങ്ങനെ നവ്യയ്ക്ക് വെച്ച കെണിയിലാണ് അഭി പെട്ടിരിക്കുന്നത്. അതിൻ്റെ ദേഷ്യത്തിൽ അഭി ജലജയോട് ചൂടായി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്കൊരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയത്തില്ല, അറിയാവുന്ന പണിക്ക് നിന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ച് ചൂടാവുന്നുണ്ട് അഭി. ആ സമയത്താണ് നമ്മുടെ നവ്യ മുറിയിലോട്ട് വരുന്നത്. ആ സമയത്ത് ഇവർ രണ്ടുപേരും നല്ല സംസാരത്തിലായിരുന്നു. അങ്ങനെ അഭി പറയുന്നുണ്ട്, അന്ന് തന്നെ നിങ്ങൾ നവ്യയ്ക്ക് കൊടുക്കാനിരിക്കുന്ന ആ ഒരു പണിയിലാണ് അമ്മായി പെട്ടത്. അത് ഇപ്പോഴും ആരെങ്കിലും അറിഞ്ഞാലുള്ള അവസ്ഥയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് ആ ഒരു വിഷം ചേർത്ത പാല് കുടിച്ചിട്ടാണ് അമ്മായി ഈ ഒരു അവസ്ഥയിലും കരൾ മാറ്റേണ്ട സാഹചര്യത്തിലും എത്തിയത്. അതിൻ്റെ പിന്നിൽ ആ അനാമികയാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിലും നമ്മുടെ അറിവുണ്ട് എന്നുള്ളത് ആരെങ്കിലും അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ അഭി ചോദിക്കുന്ന സമയത്ത് ഈ ഒരു വാർത്ത കേട്ടിട്ട് നവ്യ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അമ്മായിക്ക് വിഷം കലർന്ന പാല് കൊടുത്തതിൻ്റെ പിന്നിൽ അനാമികയാണ് എന്നുള്ളതും അത് തനിക്ക് വെച്ച കെണിയാണ് എന്നുള്ള സത്യം നവ്യ തിരിച്ചറിയുകയാണ്. പാവം അമ്മായി അതിൽപ്പെട്ടിട്ട് അമ്മായിക്ക് കരൾ വരെ മാറ്റി വെക്കേണ്ട അവസ്ഥയും ഉണ്ടായി. അതുകൊണ്ടാണ് നയനയ്ക്ക് കരൾ കൊടുക്കേണ്ടി വന്നതും. ഇതിനെല്ലാത്തിനും കാരണം അനാമികയാണ് എന്നുള്ളത് നവ്യ തിരിച്ചറിയുകയാണ്. അങ്ങനെ ആകെ ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ് നവ്യ. എന്നിട്ട് നവ്യ നേരെ ഈ ഒരു കലിപ്പിൽ അനാമികയുടെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, എടി നീയാണല്ലേ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, നീയാണല്ലേ എല്ലാം ചെയ്തു വെച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നവ്യയോട് അനാമിക നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ഒന്നും അറിയാത്ത മട്ടിൽ ചോദിക്കുന്നത് കേട്ടിട്ട് അനാമികയെ എടുത്തിട്ട് നല്ല പൂശുന്നുണ്ട് കേട്ടോ. തലങ്ങും വിലങ്ങും നല്ല അടിക്കുകയാണ്. ആ അടി കിട്ടിയപ്പോൾ അനാമിക കരഞ്ഞുകൊണ്ട്, നിങ്ങൾക്കെന്താ പ്രാന്തായോ? നിങ്ങൾ എന്നെ തല്ലിയല്ലേ, അടിച്ചല്ലേ? ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ, ഇവരിൽ ആരെങ്കിലും ഒരാളെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് പുറത്താക്കാൻ പോകുന്നത് നീയാണ്, അല്ലാതെ ഞാനല്ല. നീയാണല്ലടി വിഷം കലർത്തിയ പാല് അമ്മായിക്ക് കൊടുത്തത്. നീ കാരണമാണല്ലേ അമ്മായിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. നീ എനിക്ക് വെച്ച കെണിയായിരുന്നല്ലേ, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനും എന്നെ ഇല്ലാതാക്കാനും വേണ്ടി ചെയ്ത പണിയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. സത്യങ്ങളെല്ലാം നവ്യ അറിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അനാമിക നിൽക്കുന്നത്. അങ്ങനെ ഞാനൊന്നുമല്ല, നീ വെറുതെ ഓരോന്ന് ഇല്ലാ കഥ പറഞ്ഞ് വരികയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നീ എന്നെ അടിച്ചത് എല്ലാവരോടും പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത്, എടി എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടു. എല്ലാവരും എന്നല്ല, അഭിയും അമ്മയും സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതും അറിഞ്ഞ സത്യമാണ്. നീയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് എന്നുള്ളത് അവരുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിരിക്കുകയാണ്. അതിനെക്കൊണ്ട് നീ ഇനി കള്ളങ്ങളൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. ഞാൻ ഇക്കാര്യം മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാവരോടും അറിയിക്കാൻ പോവുകയാണ്. ഇനി നീ അനന്തപുരിക്ക് പുറത്താണടി എന്നൊക്കെ പറയുകയാണ് നവ്യ. എന്നിട്ട് അനാമിക നവ്യയോട് പറയുന്നുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി ഞാൻ ആവർത്തിക്കില്ല, ആരോടും പറയരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ തൽക്കാലം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടും ആരെയും വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടും ഞാൻ തൽക്കാലം ആരോടും പറയുന്നില്ല. പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നീ ഇവിടെ ജീവിക്കുകയുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാ സത്യവും എല്ലാവരോടും തുറന്നു പറയും എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ ഒരു അടിമയെപ്പോലെ അനാമിക നവ്യയുടെ കീഴിൽ കഴിയുകയാണ് ഇനി അങ്ങോട്ട്.